ഡാർക്ക് വെബ് ലഹരി കച്ചവടം നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ കണ്ണി മൂവാറ്റുപുഴക്കാരൻ എഡിസൺ എന്ന ചെറുപ്പക്കാരൻ പിടിയിലായത് കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. വർഷങ്ങളായി എഡിസൺ നടത്തുന്ന രാസലഹരി വിൽപ്പനയെക്കുറിച്ച് വീട്ടുകാർക്ക് പോലും എന്തെങ്കിലും സൂചനയുണ്ടായിരുന്നില്ല. അന്താരാഷ്ട്ര തലത്തിൽ വമ്പൻ ലഹരി മാഫിയകളുമായി ആയിരുന്നു എഡിസന്റെ ഇടപാടുകൾ. എഡിസനും ലഹരിക്കടത്തിലെ സഹായികളായ സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇവരുടെ പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ പോലും നടന്നിരുന്നു. ആദ്യം ആദിസ് റാം. എഡിസൺ അടക്കം 4 പേരാണ് ഇപ്പോൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിലുള്ളത്. എഡിസന്റെ സുഹൃത്ത് പറവൂർ സ്വദേശി ഡിയോൾ, ഭാര്യ അഞ്ജു, ലഹരി വിതരണ സഹായി അരുൺ തോമസ് എന്നിവർ പിടിയിലായതോടെ ലഹരി വിൽപ്പനയുടെ ഭാഗമായിരുന്ന ചില വൻകിടക്കാർ ഒളിവിൽ പോയി. പാഞ്ചാലിമേട്ടിൽ എഡിസൺ ആരംഭിച്ച റിസോർട്ടിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിച്ചിരുന്നു. പ്രതികൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിലാകാൻ വഴിയൊരുക്കിയതും ഈ ലഹരി പാർട്ടികളാണെന്നാണ് സൂചന. ഡിയോളും അഞ്ജുവുമായിരുന്നു റിസോർട്ടിന്റെയും എഡിസന്റെ ലഹരി പാർട്ടികളുടെയും നടത്തിപ്പ് പങ്കാളികൾ. 2019 ഇവർ വിദേശത്തേക്ക് കെറ്റമിൻ അയക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. യഥാർത്ഥ പേരും മേൽവിലാസവും മറച്ചുവെച്ചാണ് മുഴുവൻ ഇടപാടുകളും നടത്തിയിരുന്നത്. ലഹരിയുടെ സാമ്പിളുകൾ മൂവാറ്റുപുഴ കോടതിയിൽ നിന്ന് NCB ശേഖരിച്ച് ഡൽഹിയിൽ പരിശോധനയ്ക്ക് അയച്ചു. ഡാർക്ക് നെറ്റ് ഉപയോഗിക്കും മുൻപ് തന്നെ എഡിസൺ ലഹരി കച്ചവടം തുടങ്ങിയിരുന്നു. ആവശ്യക്കാർക്ക് നേരിട്ട് ലഹരി എത്തിക്കുന്നതായിരുന്നു രീതി. വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്നത് ലഹരി കച്ചവടത്തിൽ ശ്രദ്ധിക്കാനും നാട്ടുകാർ സംശയിക്കാതിരിക്കാനുമാണ് എന്നാണ് പ്രതിയുടെ മൊഴി. RDX റാം, ന്യൂസ് മലയാളം. എഡിസന്റെ ഡാർക്ക് ഇടപാട് എങ്ങനെയായിരുന്നു എന്നൊന്ന് പരിശോധിക്കാം. പ്രവർത്തനം രാജ്യത്തെ ഡാർക്ക് നെറ്റ് ലഹരി വിൽപ്പന ശൃംഖല കെറ്റാമെലാൻ വഴിയായിരുന്നു. 700-ലേറെ ലഹരി ഇടപാട് നടത്തി. 2 വർഷത്തിനിടെ 10 കോടി രൂപയുടെ വരെ ഇടപാടുണ്ട്. ആഗോള ലഹരി വിതരണക്കാരായ സോയൂസ് ശൃംഖലയിൽ നിന്ന് LSD വാങ്ങും. ബ്രിട്ടനിലെ ഗുംഗ ഡീൻ വഴിയാണ് ഇടപാടുകളെല്ലാം ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചായിരുന്നു. ഫോറിൻ പോസ്റ്റ് ഓഫീസിലേക്ക് തപാൽ മാർഗം ലഹരി വസ്തുക്കൾ എത്തും. ഇത് ആഭ്യന്തര കൊറിയർ സംവിധാനം ഉപയോഗിച്ച് ഇടപാടുകാരിലേക്ക് എത്തിക്കും. ഇടപാടുകാർക്ക് എഡിസന്റെ പേരോ വിവരങ്ങളോ അറിയുമായിരുന്നില്ല. ഓരോ തവണയും കൊറിയർ അയച്ചിരുന്നത് വിവിധ നഗരങ്ങളിൽ നിന്നാണ്. എഡിസൺ ലഹരി വസ്തുക്കൾ അയച്ചു നൽകുന്നത് 7 സംസ്ഥാനങ്ങളിലേക്കാണ്. ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ബീഹാർ, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലേക്ക്. ജൂൺ 28-ന് എഡിസന്റെ പേരിലെത്തിയ പാഴ്സലിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി. നേരത്തെ തന്നെ നിരീക്ഷണം നടത്തിവന്ന NCBയുടെ വലയിൽ എഡിസൺ കുടുങ്ങി. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ NCB സംഘം എഡിസന്റെ വീട്ടിൽ എത്തി. നീണ്ട പരിശോധനകൾക്ക് ശേഷം തിങ്കളാഴ്ചയാണ് അറസ്റ്റ് ഉണ്ടായത്. 1127 LSD സ്റ്റാമ്പുകളും 131.6 ഗ്രാം കെറ്റാമൈനും 70 ലക്ഷം രൂപ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസിയുമാണ് പിടിച്ചെടുത്തത്. എഡിസന്റെ ഒരു ഡാർക്ക് റൂമിനെ കുറിച്ച് പറഞ്ഞാൽ, എഡിസൺ മൂവാറ്റുപുഴ ഓൾഡ് YMCA റോഡിലെ വീട്ടിൽ മുറിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തി വന്നത്. ആധുനിക വാർത്താവിനിമയ ഉപകരണങ്ങളും ലഹരി അളവെടുക്കാനുള്ള ത്രാസും മുറിയിലുണ്ടായിരുന്നു. ഡാർക്ക് വെബ് മാർക്കറ്റിൽ ആക്സസിന് ഉപയോഗിക്കുന്ന പെൻ ഡ്രൈവും പിടിച്ചെടുത്തു. ക്രിപ്റ്റോ കറൻസി വാലറ്റുകളും ഹാർഡ് ഡിസ്കുകളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എഡിസന്റെ ഒരു അന്താരാഷ്ട്ര ബന്ധം പരിശോധിച്ചാൽ ലോകമാകെ രാസലഹരി പടർത്തുന്ന സാമ്പാഡ ശൃംഖല ഏജന്റായാണ് പ്രവർത്തിച്ചിരുന്നത്. സാമ്പാഡ ഡാർക്ക് വെബ് അടക്കിവാണ ഓൺലൈൻ ലഹരിക്കടത്ത് മാഫിയാണ്. 2024 ജൂലൈയിൽ തലവൻ മയോ സാമ്പാഡ അമേരിക്കയിൽ പിടിയിലായി. എഡിസൺ അടക്കമുള്ള ഏജന്റുമാർ സോയൂസ് ശൃംഖലയിലേക്ക് കൂറുമാറി. ഇന്ത്യയിൽ രാസലഹരി ഉൽപ്പാദനം തുടങ്ങിയ ശൃംഖലയാണ് സോയൂസ്. എന്താണ് ഈ ഡാർക്ക് വെബ് എന്നുള്ളത് കൂടി നോക്കാം. ക്രോം, ഫയർഫോക്സ് തുടങ്ങിയ സാധാരണ ബ്രൗസറുകൾ വഴി ആക്സസ് ഇല്ല. ടോർ, ഫ്രീനെറ്റ്, I2P ഇങ്ങനെയുള്ള ബ്രൗസറുകൾ വഴി മാത്രമേ ആക്സസ് ഉണ്ടാകൂ. ഇടപാടുകാർ തമ്മിൽ നടത്തുന്നത് എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ മാത്രമാണ്. ആക്സസ് ചെയ്യാൻ ഉപയോക്താക്കൾ താല്പര്യമുള്ള സൈറ്റിൻ്റെ URL അറിയണം. .com, .org പോലെ ആയിരിക്കില്ല. അക്ഷരങ്ങളും അക്കങ്ങളും എല്ലാം ചേർന്നതാകും ഡാർക്ക് വെബ്. ആദ്യം ഇത് വികസിപ്പിച്ചത് രാജ്യസുരക്ഷയടക്കമുള്ള രഹസ്യ വിവര ശേഖരണത്തിനാണ്. ഇപ്പോൾ ലഹരി വിൽപ്പന, ആയുധ വിൽപ്പന, കള്ളപ്പണം വെളുപ്പിക്കൽ ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ട്. ഉപയോക്താക്കൾക്ക് അവരുടെ ഐഡൻറ്റിറ്റികൾ കൂടുതലായി സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് കൂടിയാണ് ഇത് ഉപയോഗിക്കാൻ കാരണം. സനീഷ്, ഇപ്പോൾ ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് അതിൻ്റെ ഏതാണ്ട് 75% മയക്കുമരുന്ന് വ്യാപാരത്തിനാണ് ഉപയോഗിക്കുന്നത്. ഡാർക്ക് വെബിൽ പല കാര്യങ്ങളും നടക്കാറുണ്ട്. പല ചൈൽഡ് പോൺ അടക്കമുള്ള മറ്റ് പല കുറ്റകൃത്യങ്ങൾ നടത്താനുള്ള ഒരു മാർഗമായി, ഏറ്റവും രഹസ്യ സ്വഭാവത്തോടെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമൊക്കെയുള്ള ഒരു മാർഗമായി ഈ ഡാർക്ക് വെബിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവിടെ തന്നെ മയക്കുമരുന്ന് വ്യാപാരമാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇതിലേക്കൊക്കെ നമ്മുടെ കേരളത്തിൽ ഈ ശൃംഖലയിൽ പെട്ട ഒരാളുണ്ട് എന്ന് കണ്ടെത്തുന്നത് തന്നെ വളരെ അപൂർവമാണ്, മാത്രമല്ല ഞെട്ടിക്കുന്നതാണ്. പക്ഷേ ഇതൊരു
ഇവരുടെ ഈ നെറ്റ്വർക്കിലേക്ക് കടന്നു കയറിയിട്ടൊന്നും അല്ല കണ്ടെത്തിയിരിക്കുന്നത്. ഇത് LSD സ്റ്റാമ്പ് ചോർന്നതുകൊണ്ട് അങ്ങനെ അതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് പോയതുകൊണ്ട് മാത്രമാണ് കണ്ടെത്തിയത് എന്നുള്ള പ്രശ്നവും അവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെ എന്താ തോന്നുന്നത്? അല്ല, ഇതിപ്പോൾ ഞാൻ പക്ഷേ എന്നാലും ഈ കസ്റ്റംസിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സംവിധാനങ്ങളുടെ ഒരു മികവ് എന്ന നിലക്കാണ് ഞാനിതിനെ കാണുന്നത്. അത് ഈ പറയുന്ന പോലെ ഇതിപ്പോൾ വായിച്ചു കേട്ടാൽ തന്നെ അറിയാലോ. ഇപ്പോൾ എമ്പുരാൻ ലൂസിഫറൊക്കെ പറയുന്ന പോലെ ഒരുപക്ഷെ അതിനകത്തൊന്നും ഈ പറയുന്ന സംഗതികളില്ല. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി വെച്ചിട്ട് ഡാർക്ക് വെബ് വഴി മാത്രം വിൽക്കുക, അയാൾ അതിനകത്ത് ബന്ധപ്പെടുകയില്ല, അതൊരു മൂലക്ക് ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിയന്ത്രിക്കുക, ലോകവ്യാപകമായ ശൃംഖലകൾക്കകത്ത് പണിയെടുക്കുക. LSD സ്റ്റാമ്പ് പിടിച്ചിട്ടാണെങ്കിൽ തന്നെയും ഇതിലേക്ക് നമ്മുടെ പോലീസും സംവിധാനങ്ങളും എത്തിയത് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, എല്ലാവരും പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ പറയുന്നത് കേരളത്തിലേക്ക് ഭയങ്കരമായിട്ട് കടന്നു വരുന്നുണ്ട് ഈ ലഹരി. അത് പൂർണ്ണമായിട്ട് അതിൻ്റെ ശൃംഖലയെ ചെന്ന് തകർക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് പല പോലീസുകാർ തന്നെയും അല്ലെങ്കിൽ പല ആളുകളും പറയും. അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, എങ്ങനെയെങ്കിലും നമ്മുടെ കുട്ടികളെ മാറ്റി നിർത്തുക എന്നല്ലാതെ ഈ ശൃംഖല വലിയ തോതിൽ പ്രവർത്തിക്കുന്നതാണ് നമുക്കും തൊടാൻ പറ്റുന്നതല്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ വലിയ കക്ഷികളെ കണ്ണികളെ പൊട്ടിക്കാൻ പറ്റുന്നു എന്ന് തന്നെയും അതിലേക്ക് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പിള്ളേരുടെ കയ്യിൽ നിന്ന് കഞ്ചാവും മറ്റു കാര്യങ്ങളും പിടിക്കുന്നത് പോലെയല്ല, അതിനേക്കാൾ വലിയ കണ്ണികളിലേക്കൊക്കെ നമ്മുടെ സംവിധാനങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. എന്തായാലും ഇതൊരു ഒരു വലിയ മീനിനെ പിടികൂടിയിരിക്കുന്നു എന്നതിൽ നമുക്ക് ആശ്വസിക്കാം. അത്രയും അധികം പേർ ഈ വലക്കണ്ണിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നമുക്ക് കരുതാം. ഒരു മൂവാറ്റുപുഴക്കാരൻ ഡാർക്ക് വെബിലൂടെ ആഗോള ലഹരി വിതരണക്കാരായ സോയൂസ് ശൃംഖലയിൽ നിന്ന് LSD സ്റ്റാമ്പുകൾ വാങ്ങുന്നു, ബ്രിട്ടനിലെ ഗുങ്കാഡീൻ വഴി ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്നു. കാര്യങ്ങൾ സർറിയലായി ഇതൊക്കെ തോന്നുമെങ്കിലും പച്ച യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ വെളിപ്പെടുകയാണ്. എഡിസൺ ബാബ എന്ന കുറ്റവാളിയെ അറസ്റ്റ് ചെയ്ത നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയെ ആദ്യമേ RDX അഭിനന്ദിക്കട്ടെ. രാസലഹരിക്കെതിരായി നമ്മുടെ സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന് കൂടുതൽ കരുത്തുള്ള ആയുധങ്ങൾ സംഭരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. ഡാർക്ക് വെബിലെ അടക്കം ഇരുൾത്തിരകളെ ഭേദിക്കാൻ സാങ്കേതിക അന്വേഷണ സംവിധാനത്തിൻ്റെ കരുത്ത് കൂടണം. അതിനുവേണ്ട അത്യാധുനിക ടൂളുകളും വിദേശ അന്വേഷണ ഏജൻസികളുമായുള്ള ആഗോള സഹകരണവുമെല്ലാം നമ്മുടെ സേനകൾക്ക് പ്രാപ്യമാവാൻ നടപടി ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു. RDX അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.